മരുന്നിന് വേണ്ടി ഇല പറിക്കാൻ വേണ്ടി പോയപ്പോൾ കാൽ വഴുതി വീണു യമുന എന്ന 54-കാരി പൊട്ടക്കിണറ്റിലേക്കാണ് വീഴുന്നത് കേട്ടോ. രാവിലെ 11 മണിക്ക് പൊട്ടക്കിണറ്റിൽ വീണയാളെ കണ്ടെത്തുന്നത് രാത്രി 11 മണിക്കാണ്. നിലവിളിച്ചെങ്കിലും ആരും കേട്ടില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ യമുന കാത്തിരുന്നു. രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുവരാം. കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൻ നായർ നമ്മളോട് പറയും. കണ്ണൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവുന്നുണ്ടല്ലേ? ആഴത്തിലേക്കാണ് വീഴുന്നത്. 12 മണിക്കൂർ അതിനുള്ളിൽ കിടന്നു. ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ. എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നത്? എങ്ങനെയാണ് യമുന അവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്? യമുനയ്ക്ക് ഇത് 2ാം ജന്മമാണ് സന്ധ്യ. അതിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ തന്നെ കയ്യൊപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആയുർവേദ ചെടി പറിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ അവിടേക്ക് പോയത്. ഒരു റബ്ബർ എസ്റ്റേറ്റാണ്. നേരത്തെ ഇവർ ഈ റബ്ബർ എസ്റ്റേറ്റിന് സമീപത്തായിരുന്നു താമസിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ആയുർവേദ ചെടി ആ റബ്ബർ എസ്റ്റേറ്റിലുണ്ട് എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിൽ രാവിലെ 10 മണിയോടുകൂടി മരുന്ന് പറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ ശേഷമാണ് അവർ പോയത്. അതിനുശേഷം ആ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്ന് തന്നെ ഈ സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം അവർ എസ്റ്റേറ്റിലേക്ക്, ആ റബ്ബർ തോട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചെന്ന് ഈ ചെടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ പറിച്ചു. തൊട്ട് സമീപത്ത് കൂടുതൽ ഈ ആയുർവേദ ചെടി നിൽക്കുന്നത് കണ്ടുകൊണ്ടും അവിടേക്ക് പോയപ്പോഴാണ് പൊടുന്നനെ ഒരു വലിയ കിണറ്റിലേക്ക് വീണത്. പൊട്ടക്കിണറായിരുന്നു. കുറേയേറെ കാലം മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് അവിടെ ജനവാസമില്ലാതെ വന്നതോടുകൂടി അത് ചെളിയും അതുപോലെ തന്നെ എക്കലും ഒക്കെ തന്നെ കരിയിലൊക്കെ തന്നെ വീണ് അത് ഒരു നിർജീവാവസ്ഥയിലായിരുന്നു. പൊട്ടക്കിണറായി. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്ത് വലിയ പാറ കെട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരും ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയായിട്ട്, ഒരു കിണറായിട്ട് അത് മാറിയിരുന്നു. ആ കിണറ്റിലേക്കാണ് അവർ വീണത്. ആ കിണറ്റിലേക്ക് വീണ ആ സമയത്ത് അവർ വളരെ വലിയ രീതിയിൽ നിലവിളിച്ചു. ആ സമയത്തൊന്നും തന്നെ ആൾക്കാരും തന്നെ അത് കേട്ടില്ല. അതിനോട് ചേർന്നൊരു തൊട്ട് അടുത്ത് ഒരു അല്പം അകലം മാറി ഒരു വീടുണ്ട്. പക്ഷേ ആ വീട്ടിൽ പ്രായമായ ഒരു അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യമുനയുടെ നിലവിളി ആൾക്കാർ കേൾക്കാതെ പോയത്. വൈകുന്നേരമായിട്ടും ഈ മരുന്ന് എടുക്കാൻ പോയ ഭാര്യയെ കാണാതെ വന്നതോടുകൂടി ഭർത്താവ് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസ് പരിശോധന നടത്തുന്നു. ഈ റബ്ബർ തോട്ടത്തിലേക്കാണ് പോയത് എന്നുള്ള ഒരു വിവരം പോലീസിന് കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് അവരുടെ വണ്ടി, ആ സ്കൂട്ടർ ഈ റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. വലിയ ആശങ്കയായിരുന്നു ആ സമയത്തൊക്കെ തന്നെ. എന്തെങ്കിലും അപായപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള, ആരെങ്കിലും അപായപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ അവിടെ സ്ഥലങ്ങളിൽ, പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ നേർത്ത ഒരു നിലവിളി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നേരിയ ശബ്ദം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ആ കിണറ്റിനുള്ളിൽ ഈ യമുനയെ കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ എല്ലാം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. അവിടെ ധർമ്മിനാഥ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം നേരത്തെയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ കായലിൻ്റെ അടിയിലൊക്കെ തന്നെ മുങ്ങി പോകുന്ന ആൾക്കാരെയൊക്കെ തന്നെ അതിൻ്റെ അടിയിൽ പോയി മുങ്ങിയെടുത്തുകൊണ്ട് വന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥൻ എന്തായാലും അദ്ദേഹമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ സാധ്യമായി അല്ലേ? എന്തായാലും നമുക്കറിയാം, 54 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അത്രയും താഴേക്ക് വീണപ്പോൾ അവർക്ക് അതിൻ്റെതായ പരിക്കുമൊക്കെ പറ്റിയിട്ടുണ്ടാവും. കണ്ണൻ പറഞ്ഞതുപോലെ ഇത് രണ്ടാം ജന്മമാണെന്ന് തന്നെ പറയാം. എന്തായാലും യമുന പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ.